നമസ്കാരം. ഒരവസരം കിട്ടിയാൽ എങ്ങാനും കസേര കൊണ്ടുപോകുമോ എന്ന ഭയം കൊണ്ടാകാം CPM അവരുടെ തലതൊട്ടപ്പന്മാരെ സകലരെയും അടിച്ച് നിലംപരിശാക്കുന്നത്. അങ്ങനെ പോയി ഇന്ന് LDF എന്നാൽ പിണറായി മാത്രമായി. അതേസമയം BJPയിലേക്ക് വരുമ്പോഴോ UDFിലേക്ക് വരുമ്പോഴോ ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകുന്നേയില്ല. അവരെ നയിക്കാൻ നേതൃത്വത്തിൽ സകല പിന്മുറക്കാർ അടക്കമുള്ളവരെന്നും സജീവമാണ്. സഖാവ് അച്യുതാനന്ദന്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. പിണറായി വിജയൻ നേതൃനിരയിലേക്ക് കടന്നു വന്നതോടെ ചവിട്ടി പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ട, ജീവത്യാഗം ചെയ്തവരെയൊക്കെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് അന്ന് പാർട്ടി ശത്രുവായി പ്രഖ്യാപിച്ചവരെയൊക്കെ പിന്നീട് ചേർത്ത് പിടിച്ചു. രാഘവനും റവാദ ചന്ദ്രശേഖരനും ഒക്കെ സ്വന്തക്കാരും അന്നത്തെ രക്തസാക്ഷികളും പുഷ്പനും ഒക്കെ പുറമ്പോക്കുമായി പരിണമിച്ചവരാണ്. ഇത് നമ്മൾ ആരും പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്മിക്കൂട്ടങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. അതെ, വേറൊരു പ്രസ്ഥാനത്തിലും ഇല്ലാത്ത പ്രത്യേകതയാണ് CPMന് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത്. എന്തായാലും വിഷയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് BJPയിൽ നിന്ന് തന്നെ തുടങ്ങാം. കണ്ണൂരിൽ നിന്നും ഒരു രാജ്യസഭാ അംഗത്തെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. സദാനന്ദൻ മാസ്റ്റർ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അധ്യാപകനായ സദാനന്ദനെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ തന്ത്രം ഒരുക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എല്ലാം സാധ്യമാക്കിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. എന്തായാലും ഇതിലൂടെ RSSന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരെ BJP ചേർത്ത് നിർത്തുമെന്ന സന്ദേശമാണ് മോദി ഉയർത്തിപ്പിടിക്കുന്നത്. വടക്കൻ കേരളത്തിൽ നിലയുറപ്പിക്കാനുള്ള BJPയുടെ വജ്രായുധമാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം. കേന്ദ്രത്തിൽ പിടിപാടുള്ള RSSകാരനായി മാറുകയാണ് ഇതോടെ സദാനന്ദൻ മാസ്റ്റർ. അതേസമയം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന രണ്ട് വിവാദ വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് CPMലെ ചെന്താരകമാണ് P ജയരാജൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാഷ്ട്രീയ പകയുടെ ദുരിതം ഏറ്റുവാങ്ങിയ CPM നേതാവ് ആയിട്ടും ഇദ്ദേഹം അറിയപ്പെടുന്നു. കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണിലുണ്ണിയായ PJ പാർട്ടിയിൽ തഴയപ്പെടുന്നുവെന്ന ചിന്ത ഇന്ന് അതിശക്തമാണ്. പാർട്ടിയെ PJ എന്ന നേതാവ് ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ജയരാജന് തഴയപ്പെടുന്നുവെന്ന ചിന്ത രാഷ്ട്രീയ നിരീക്ഷകർ പോലും പങ്കുവയ്ക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനൊപ്പമാണ് കണ്ണൂരിലെ CPMനെ എന്നും വേദനിപ്പിക്കുന്ന കൂത്തുപറമ്പിലെ വെടിവെപ്പും. 5 രക്തസാക്ഷികളെ നൽകിയ കൂത്തുപറമ്പ് കണ്ണൂരിലെ CPMന് മറക്കാനാവുന്ന ഒന്നല്ല. അന്ന് വെടിവെപ്പിന് ഉത്തരവിട്ട യുവാവായ ASP ഇന്ന് കേരള പോലീസിന്റെ തലപ്പത്തുമാണ്. പറഞ്ഞു വരുന്നത് റവാദ ചന്ദ്രശേഖരന്റെ കാര്യമാണ്. കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദി എന്ന് CPM ഒരു കാലത്ത് മുദ്രകുത്തിയ MV രാഘവനെ പിന്നീട് അംഗീകരിക്കുകയും മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം ചേർത്ത് പിടിക്കുകയും ചെയ്തു. MV രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ ആകട്ടെ പിന്നീട് അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയാക്കിയതും ഈ രാഷ്ട്രീയ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ റവാദ ചന്ദ്രശേഖരന്റെ കാര്യത്തിലും പാർട്ടി സമാനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. അതായത് CPMുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ അദ്ദേഹം തന്നെ CPM സർക്കാരിന്റെ കാലത്ത് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെന്താരകത്തെ തഴയുന്നവർ കൂത്തുപറമ്പിൽ നീതിയും നൽകിയില്ലെന്ന ചർച്ച കണ്ണൂർ രാഷ്ട്രീയത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് രാഷ്ട്രീയ പകയുടെ ജീവിക്കുന്ന ഉദാഹരണമായി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് BJP എത്തിക്കുന്നത്. സദാനന്ദനെ രാഷ്ട്രപതിയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എങ്കിലും അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം മോദി അമിത്ഷാ കൂട്ടുകെട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അമിത്ഷാ കേരള സന്ദർശനം പൂർത്തിയാക്കി പോയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം പുറത്തു വരുന്നതും. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട BJP നേതാവ് P സദാനന്ദന് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം ധൈര്യത്തിന്റെയും അനീതിക്ക് മുന്നിൽ കീഴടങ്ങാത്ത മനോഭാവത്തിന്റേതും മാതൃകയാണെന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ Xൽ കുറിച്ചത്. ആക്രമത്തിനും ഭീഷണിക്കും സദാനന്ദന്റെ ആവേശത്തെ തടയാനാകില്ല. അധ്യാപകനായും സാമൂഹിക പ്രവർത്തകനുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ്. MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനാകട്ടെ എന്നും മോദി കുറിക്കുന്നു. ഈ പോസ്റ്റും ശരിക്കും പറഞ്ഞാൽ ഒരു അസാധാരണമായ വിഷയം തന്നെയാണ്. സാധാരണഗതിയിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്ന പതിവ് ഉണ്ടായിട്ടില്ല. മുമ്പ് സദാനന്ദൻ മാസ്റ്റർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് തേടിയെത്തിയ മോദി ഇപ്പോൾ അദ്ദേഹത്തെ ദേശീയ തലത്തിൽ ചർച്ചയുമാക്കുന്നു. രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിൽ ഉണ്ടായ ഒഴിവിനെ തുടർന്നാണ് കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് C സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. നിലവിൽ സംസ്ഥാന BJP വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ ഈ സ്ഥാനത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് RSSന്റെ കണ്ണൂരിലെ പ്രധാന മുഖമായി കരുതുന്ന സദാനന്ദനെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയാണ് അദ്ദേഹം. രാജ്യസഭാംഗമായി സദാനന്ദനെ നിർദ്ദേശിച്ച് രാഷ്ട്രപതി വിജ്ഞാപനവും ഇറക്കി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യമന്ത്രിയായ ഹർഷവർദ്ധൻ സിംഗ്ല, അതുപോലെ ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെല്ലാം രാജ്യസഭയിൽ ഇനി അംഗങ്ങളായിരിക്കും.
അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമായ ഈ സി സദാനന്ദൻ മാസ്റ്ററെ ആ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത്. 22 വർഷങ്ങൾക്ക് മുമ്പ് വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രീയ പകയിൽ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് കൃത്രിമ കാലുകളുമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. RSS ജില്ലാ സർക്കാര്യവാഹക് ആയിരിക്കവെയാണ് കണ്ണൂർ സ്വദേശിയായ മാസ്റ്റർ ആക്രമിക്കപ്പെടുന്നത്. രാജ്യസഭാംഗമായി നിർദ്ദേശിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തെപ്പറ്റി നേരത്തെ സൂചന നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. സന്തോഷമുണ്ട്. പദവിയെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ സൂചന നൽകിയിരുന്നു, നേരിട്ടും സംസാരിച്ചിരുന്നു. കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിനും ശക്തി പകരുന്ന തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. വികസിത ഭാരതം എന്ന സന്ദേശം പാർട്ടി നൽകിയിട്ടുമുണ്ട്. അത് സാധ്യമാകുന്ന നയങ്ങൾ പാർട്ടി സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായും ഇതിനെ കാണാം, സി സദാനന്ദൻ പറഞ്ഞു. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊള്ളുന്ന തിരഞ്ഞെടുപ്പ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണെന്ന് BJP വ്യക്തമാക്കി. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായ കുറ്റപത്രമായി നിലനിൽക്കുന്നു. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണെന്ന് BJP IT സെൽ കൺവീനറായ അമിത് മാളവിയും പറയുന്നു. മാരകമായ ആക്രമണം ഏറ്റിട്ടും മാസ്റ്റർ RSS ആക്ടിവിസ്റ്റായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപറമ്പ് മത്സരിച്ചത് വലിയ സന്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സദാനന്ദൻ മാസ്റ്റർ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചത് ഈ അടുത്തിടെയാണ്. CPM പ്രവർത്തകരായ 8 പ്രതികൾക്ക് 7 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. 31 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവെച്ചത്. ഇനി നമ്മൾ UDFിലേക്ക് വരുമ്പോഴോ, സുധാകരൻ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ളവർ UDFിന്റെ നേതൃനിരയിൽ ഇന്നും സജീവമാണ്. അവരേവരും തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒരുമിച്ച് തന്നെയാണ് നേരിടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ട സകല തിരഞ്ഞെടുപ്പുകളിലും UDF ജയിച്ചു കയറിയത്. തൃക്കാക്കരയിലായിരുന്നു തുടക്കം, പിന്നെ പുതുപ്പള്ളി, അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും കയ്യിലൊതുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ചേലക്കരയിൽ പരാജയപ്പെട്ടുവെങ്കിലും ജയിച്ച 3 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നതും ശരി തന്നെയാണ്. തുടർച്ചയായി 2ാം തവണയും ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തെ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉപതെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന്റെ സർവ്വ സ്വാധീനവും ഉപയോഗിക്കാനാകും എന്നതും പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നതും രാഷ്ട്രീയമായി ഭരണപക്ഷത്തിന് കിട്ടാവുന്ന പ്രധാന ഘടകങ്ങൾ തന്നെ ആയിരുന്നിട്ടും നിലമ്പൂരിൽ UDF തന്നെ മിന്നിത്തിളങ്ങി. അതെ, ഇങ്ങനെയൊരു രാഷ്ട്രീയ ശക്തിയെ കീഴ്പ്പെടുത്തിയാണ് പ്രതിപക്ഷം ഇപ്പോൾ നിലമ്പൂർ കൈപ്പിടിയിൽ ഒതുക്കിയത്. കൂടാതെ ഇപ്പോൾ LDFന്റെ ഇത്തരത്തിലുള്ള ചവിട്ടി പുറത്താക്കലും ഒക്കെ സജീവമായിരിക്കുകയുമാണ്. ഇടതുപക്ഷവും പ്രതിപക്ഷവും തുല്യചേരികളായി നിലകൊണ്ടിരുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അവസാനത്തെ കനൽത്തരിയും കെട്ടടങ്ങാൻ ഒരുങ്ങുകയാണ് എന്ന വസ്തുതയും നിലമ്പൂരും ആവർത്തിച്ചുറപ്പിക്കുകയാണ്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും ഐക്യജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം താഴെത്തട്ട് മുതലുള്ള ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ KPCC അധ്യക്ഷനെ മാറ്റണമെന്ന തീരുമാനവും മുന്നണിയെ തുണച്ച പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടാൻ കരുത്തനായൊരു KPCC പ്രസിഡന്റ് വേണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ആ ലക്ഷ്യത്തിനൊടുവിലാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായത്. പിന്നാലെ കൃത്യമായ ധാരണയോടെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചു. എന്നാൽ സണ്ണി ജോസഫ് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരത്തെ മനസ്സിലാക്കി ജനമനസ് അറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരുപാട് പ്രവർത്തകരാണ് മുന്നിട്ടിറങ്ങി വന്നത്. അതെ, UDF ഒറ്റക്കെട്ടായി മുന്നോട്ടാണ്, BJPയും അങ്ങനെ തന്നെ. അതെ, എന്നാൽ സകലരെയും ചവിട്ടി മെതിച്ച കമ്മികളാകട്ടെ താഴോട്ടുമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.